ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഒത്തിരി ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പിയെ പറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സിമ്പിളായിട്ടുള്ളൊരു ഗോബി മഞ്ചൂരിയൻ ഡിഷാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്കിതുപോലെ കോളിഫ്ലവർ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് കോളിഫ്ലവർ ഇതുപോലെ ചെറുതായി മുറിച്ച് കോളിഫ്ലവർ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ടത് ഒരു ബൗളിലേക്ക് മറ്റും എടുത്ത് മാറ്റിയിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഐസുണ്ടെങ്കിൽ ഐസായാലും മതി, അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഒരു സൈഡിൽ ഇവിടെ ഓയിൽ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓയിൽ ചെയ്ത കോളിഫ്ലവർ തണുപ്പിച്ചെടുത്താണ്. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതുകൂടാതെ കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിത് നോർമൽ ഫ്ലവറാണ്, ഓൾ പർപ്പസ് ഫ്ലവർ, അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒരു 1/2 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എഗ്ഗും കോൺഫ്ലവറും എല്ലാം കൂടി. നമുക്ക് ഇതേ സെയിം വേയിൽ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ മുളക് അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുള്ളൂ കൂടുതൽ. ഓക്കെ, നമ്മുടെ ഓയിൽ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കും ഓരോന്നായിട്ട്. ഇതിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കോളിഫ്ലവർ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ എല്ലാം നമ്മൾ എടുത്ത് മാറ്റി. നമുക്ക് ഒരു സൈഡ് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്കിത് റെഡിയാക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി വേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നിന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം, കുക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ നമുക്ക് കുറച്ച് കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിനകത്ത് ചില്ലി ഇട്ടിട്ടില്ല, കാരണം ഇത് കുട്ടികൾക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇതിനകത്ത് പച്ചമുളക് ചേർക്കാം, ഗ്രീൻ ചില്ലി ആവശ്യത്തിന് ചേർക്കാം, എരിവിനനുസരിച്ച്. ഇത് ഞാനിന്ന് എരിവില്ലാതെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സെലറി കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് സെലറി, അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ, പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, ചോപ്പ് കൊറിയാണ്ടർ ലീവ്സ്, അതുകൂടാതെ നമ്മുടെ കോളിഫ്ലവർ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിന് ഫ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രേവി ആവശ്യമുള്ളവർക്കാണെങ്കിൽ ആ സോയാ സോസിനകത്ത് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഒഴിച്ചൊന്ന് പിക്ക് ചെയ്യാം. ഞാനിന്നിങ്ങനെ ഫ്രൈ ആയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, ഡിലീഷ്യസ് ആണ്. ഓക്കെ, താങ്ക് യു.